നബിയന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ കരീം. സൂറത്ത് അംബിയായിലെ 91-ാമത്തെ വചനം. أعوذ بالله من الشيطان الرجيم. والتي أحصنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. وتقطعوا أمرهم بينهم كل إلينا راجعون. فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون. والتي أحصنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. وتقطعوا أمرهم بينهم كل إلينا راجعون. فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون. കഴിഞ്ഞ ആയത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. വലിയൊരു പരീക്ഷണത്തിലായിരുന്നു സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരുന്നത്. തനിക്ക് മക്കളുണ്ടായിരുന്നില്ല, ഭാര്യ ഇതുവരെ പ്രസവിച്ചിട്ടില്ല, തനിക്കാണെങ്കിൽ വലിയ പ്രായമായി, വാർദ്ധക്യമായി, ഭാര്യയ്ക്കും പ്രായമായി, ഇനിയൊരു കുട്ടി ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം മങ്ങിയ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുകയും ഏറ്റവും ഉത്തമരിൽ ഉത്തമനായ ഒരു മകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു എന്ന കാര്യമാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. വവഹബ്നാ ലഹു യഹ്യ എന്ന് പറയുന്ന മകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകി. ആ മകൻ്റെ ഒരുപാട് പോരിശകൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, വേറെയും ആയത്തുകളിലൊക്കെ ധാരാളമായി പറഞ്ഞത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു.
ഈ ആയത്തിൽ പറയുന്നത് അംബിയായിലെ 91, 92 തുടങ്ങിയിട്ടുള്ള ആയത്തുകളിൽ പറയുന്നത് മറിയം ബീവിയെ സംബന്ധിച്ചാണ് തുടക്കം തന്നെ. മറിയം ബീവിയെ ഓർക്കുക. സക്കരിയ നബിയെ പറഞ്ഞു. സക്കരിയ നബിയുടെ ചരിത്രവുമായി നല്ല ബന്ധമുള്ള ഒരു ചരിത്രമാണ് മറിയം ബീവിയുടേത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിരുന്നു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് മഹദിയെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടത്. പള്ളിയിൽ കഴിഞ്ഞിരുന്ന ആളായിരുന്നു മറിയം ബീവി എന്നും ആ മറിയം ബീവിയെ നോക്കിയിരുന്നത്, അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. മറിയം ബീവിയുടെ മുമ്പിൽ ഭക്ഷണം കാണുമ്പോൾ അത് എവിടുന്നാണെന്ന് ചോദിക്കുകയും അത് അള്ളാഹ് തന്നതാണെന്ന് പറയുകയും ആ സമയത്ത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന കാര്യമൊക്കെ ചരിത്രമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ആ മറിയം ബീവിയെ ഓർക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത്. വല്ലത്തി അഹ്സനത് ഫർജഹ, ഗുഹ്യാവയവത്തെ സൂക്ഷിച്ച ആ മഹദിയെ ഓർക്കുക എന്നാണ് പ്രയോഗം തന്നെ. അപ്പോൾ എന്തിനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഒരു മറിയം ബീവിയെ അറിയുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വല്ലത്തി അഹ്സനത്ത് ഫർജഹ, ഗുഹ്യാവയവത്തെ സൂക്ഷിച്ചവളെ ഓർക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ മറിയം ബീവി അത്ര കണ്ട് പവിത്രതയിലാണ് ജീവിച്ചത് എന്നും അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുമൊക്കെ അത് നമുക്ക് കാണാം. മാത്രവുമല്ല, ചില ആളുകളൊക്കെ ആ മറിയം ബീവിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിംവദന്തികൾ പറഞ്ഞു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ ഖുർആൻ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്തത്. യഹൂദികളായ ആളുകൾ പറഞ്ഞിരുന്നു അവരെ ആ വ്യഭിചാരിണിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ തിരുത്തിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് വന്ന അഹമ്മദിയാക്കളൊക്കെ മറിയം ബീവിക്ക് കാമുകനുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഖുർആനിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശം നമുക്കവിടെ കാണാം. വല്ലത്തി അഹ്സനത്ത് ഫർജഹ, അവിടെ ഗുഹ്യാവയവത്തെ സൂക്ഷിച്ചവരായിരുന്നു അവർ. ഫനഫഖ്നാ ഫീഹാ മിർ റൂഹിനാ, അവരെ ആരും സ്പർശിച്ചിട്ടില്ല. മറിച്ച് ആ കുട്ടിയുണ്ടാകാനുള്ള കാരണം ഫനഫഖ്നാ, നാം ഊതിക്കൊടുക്കുകയാണ് ഉണ്ടായത്, ഫീഹ, അവളിലേക്ക്, മിർ റൂഹിന, നമ്മുടെ റൂഹിൽ നിന്ന്, ആത്മാവിൽ നിന്ന് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ച് പറഞ്ഞത്. വജഅൽനാഹ, അവരെ നാം ആക്കുകയും ചെയ്തു, വബ്നഹ, അവരുടെ മകനെയും നാം ആക്കുകയും ചെയ്തു, ആയത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു എന്നാണ് അവിടെ പ്രയോഗം. അപ്പോൾ വല്ലത്തി അഹ്സനത്ത് ഫർജഹ ഫനഫഖ്നാ ഫീഹാ മിർ റൂഹിന വജഅൽനാഹ വബ്നഹ ആയത്തൻ ലിൽ ആലമീൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയുടെ ചരിത്രം പറയുന്നത്, മറിയം ബീവിയുടെ മകനായ ഈസാ നബിയുടെ ചരിത്രം പറയുന്നത്, അതൊക്കെ ലോകർക്ക് ദൃഷ്ടാന്തമാണ്, ആയത്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ മഹദിക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമായിരുന്നു, അതോടൊപ്പം തന്നെ ലോകർക്കുള്ള വലിയ ദൃഷ്ടാന്തമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതൊക്കെ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതിലേറെ വലിയത് സാധിക്കും. നമുക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാവും. ആ പ്രയാസമൊക്കെ പറയുമ്പോഴും അതൊക്കെ ഇപ്പം എങ്ങനെ അള്ളാഹിനോട് പറഞ്ഞാൽ കിട്ടുമോ എന്ന ചിന്തയുണ്ടെങ്കിൽ ഈ ആയത്തൊക്കെ ഓതിയാൽ ഒരു സമാധാനം നമുക്ക് കിട്ടും. സക്കരിയ നബിയുടെ ചരിത്രം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയെത്തി അവിടുന്ന് പറഞ്ഞത് തന്നെ എൻ്റെ മുടിയൊക്കെ നരച്ചുപോയി, എൻ്റെ എല്ലൊക്കെ ക്ഷയിച്ചുപോയി, വളരെയധികം വാർദ്ധക്യത്തിലാണ് ഞാനുള്ളത്, എൻ്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, അവിടെ കുട്ടിയെ കിട്ടിയെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഓരോ ആയത്തുകളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സക്കരിയ നബിക്ക് അങ്ങനെ കൊടുത്തു. അതിനുശേഷം പറഞ്ഞ സംഭവം എന്താണ്? മറിയം ബീവി, ഒരു പുരുഷനില്ലാതെ മറിയം ബീവി കുട്ടിയുണ്ടായി എന്നാണ്. അവിടെ പുരുഷനുണ്ട്, അവിടെ സ്ത്രീയുണ്ട്. സക്കരിയ നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ അവിടെ പുരുഷനും സ്ത്രീയുമുണ്ട്, ഭാര്യയും ഭർത്താവുമുണ്ട്. എന്നിട്ടാണ് ഒരു കുട്ടിയെ കൊടുത്തത്. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവുമില്ലാതെ ഒരു സ്ത്രീയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ നൽകുന്ന സാഹചര്യത്തെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പോൾ എന്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. ഏത് സാഹചര്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഒരു കാരണവുമില്ലായ കാര്യത്തെ ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് കൃത്യമായി ഇതിലൂടെയൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തുക. ആയത്തൻ ലിൽ ആലമീൻ, ലോകർക്കുള്ള ദൃഷ്ടാന്തമാണത്, ലോകർക്കുള്ള ദൃഷ്ടാന്തമാണ്. എന്ത് കണ്ടിട്ടും മനുഷ്യൻ പഠിച്ചിട്ടില്ല എങ്കിൽ ഇതാ ഇങ്ങനെ ചില ചരിത്രങ്ങൾ നിങ്ങൾ വായിക്കുക, ചിലത് ചിന്തിക്കുക. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യാൻ കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ശേഷം വരുന്ന ആയത്ത് വളരെ സുപ്രധാനമായൊരു ആയത്താണ്.
ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പ്രവാചകന്മാർക്ക് കിട്ടിയ എല്ലാ ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും പറഞ്ഞ് അവരനുഭവിച്ച പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തു, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും, ഇത് നിങ്ങളുടെ ഉമ്മത്താകുന്നു, നിങ്ങളുടെ സമുദായമാകുന്നു, ഉമ്മത്തൻ വാഹിദത്തൻ, ഏക സമുദായമാകുന്നു, നിങ്ങൾ ഒരു ഏക സമുദായമാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ പ്രവാചകന്മാരും വന്നത്, എല്ലാ ആളുകളും വന്നത്, ഇവിടെ പരാമർശപ്പെട്ട എല്ലാ പ്രവാചകന്മാരും വന്നത് ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ റബ്ബ് അത് അല്ലാഹ് മാത്രമാകുന്നു, വേറെ ആരെയും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. വ അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ഫഅ്ബുദൂൻ, എന്നെ നിങ്ങൾ ആരാധിക്കുക, മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, അവർക്ക് കിട്ടിയ പരീക്ഷണങ്ങൾ എല്ലാം പറഞ്ഞിട്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തി, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദത്തൻ, നിങ്ങളൊരു ഏക സമുദായമാകുന്നു, വ അന റബ്ബുക്കും ഫഅ്ബുദൂൻ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവുമാകുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക, മറ്റൊന്നിനും ആരാധന കൊടുക്കരുത്. ഇവിടെ ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ എന്ന് പറഞ്ഞത് ഏക സമുദായമാണെന്ന് പറഞ്ഞാൽ ഒരേ ഒരു അള്ളാഹിനെ ആരാധിക്കാനുള്ളവരാണ് എല്ലാവരും. എല്ലാ ആളുകളും ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാനുള്ളവരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വക്താക്കളാകാനുള്ളവരാണ്. അതിൽ നിന്ന് പിന്നീട് ആളുകൾ മാറിപ്പോവുകയാണ് ചെയ്തത്. വതഖത്തഉ അംറഹും ബൈനഹും കുല്ലുൻ ഇലൈനാ റാജിഊൻ വതഖത്തഉ, അവർ പരസ്പരം മുറിച്ചെടുത്തു എന്നാണ്. വതഖത്തഉ, കണ്ടം തുണ്ടമാക്കി, തഖത്തഅ, കണ്ടം തുണ്ടമാക്കിയെടുത്തു, അംറഹും, അവരുടെ കാര്യത്തെ, അംറഹും എന്നാണ് അവരുടെ ദീനിനെ അവർ കണ്ടം തുണ്ടമാക്കി മാറ്റി, ബൈനഹും, അവർക്കിടയിൽ, കുല്ലുൻ ഇലൈനാ റാജിഊൻ, എല്ലാ ടീമും എല്ലാ കൂട്ടരും എല്ലാ ആളുകളും എൻ്റെ അടുക്കലേക്കാണ് ഇനി മടങ്ങി വരാനുള്ളത് എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ദീന് അതെല്ലാവർക്കും ഉള്ളതായിരുന്നു. ഈ സമുദായത്തെ എല്ലാവരെയും ഒന്നിച്ചു നിർത്താനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അവിടേക്ക് ശരീഅത്തുകൾ മാറ്റമുണ്ടായിരുന്നു, അവർക്ക് കർമാനുഷ്ഠാനങ്ങൾ മാറ്റമുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ക്ഷണിച്ചത് അള്ളാഹുവിലേക്ക് മാത്രമായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, നിങ്ങളൊക്കെ ഒരേ റബ്ബിനെ ആരാധിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നവരാണ്, അതിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാവതല്ല. ഞാനാണ് നിങ്ങളുടെ റബ്ബ്, ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അവിടെ ആളുകൾ പിന്നീട് മാറിപ്പോയി, അത് അവരുടെ ദീനിനെ മുറിച്ചെടുത്തു. ചില ആളുകൾ ചിലതുമായി പോയി, ചില ആളുകൾ കുറച്ചെടുത്തു, ചില ആളുകൾ കുറച്ചെടുക്കാതെ പോയി. ഖുർആനെ സ്വീകരിക്കുന്നവരുണ്ടായി, സുന്നത്തിനെ തള്ളുന്നവരുണ്ടായി, ഒക്കെ ദീനിന്റെ ആളുകളായി വക്താക്കളായി ചമയുന്ന അവസ്ഥയുണ്ടായി. എല്ലാവരും എൻ്റെ അടുക്കേക്കാണ് വരാനുള്ളത്. കുല്ലുൻ ഇലൈനാ റാജിഊൻ, എൻ്റെ അടുക്കേക്കാണ് എല്ലാവരും വരാനുള്ളത്. അവിടെ ഫമൻ യഅമൽ മിനസ് സാലിഹാത്തി വഹുവ മുഅ്മിനുൻ ഫലാ കുഫ്രാന ലിസഈഹി, ആര് നന്മ ചെയ്തുവോ അത് ചെറിയ നന്മയാണെങ്കിലും ശരി, വഹുവ മുഅ്മിനുൻ, അവൻ ഈമാനുള്ളവരായി വിശ്വാസിയായിട്ടാണ് അത് ചെയ്തതെങ്കിൽ, ഫലാ കുഫ്രാന ലിസഈഹി, അവൻ്റെ ആ പ്രവർത്തനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവഗണിക്കുകയില്ല. വ ഇന്നാ ലഹു കാതിബൂൻ, അതെല്ലാം നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, നാം രേഖപ്പെടുത്തിയവരാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വലിയൊരു സന്തോഷ വാർത്തയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. ആര് നന്മ ചെയ്താലും, വിശ്വാസിയാണോ അവൻ എത്ര നന്മ ചെയ്താലും ആ നന്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈമാനില്ലേ, വിശ്വാസമില്ലേ, എത്ര നന്മ ചെയ്താലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ കാണുകയില്ല. ഇവിടെ നല്ലയാളായി ചമയാൻ പറ്റും, പക്ഷേ അല്ലാഹുവിൻ്റെ അടുക്കലേക്കാണ് നമുക്ക് ചെല്ലാനുള്ളത്. കുല്ലുൻ ഇലൈനാ റാജിഊൻ, അവനിലേക്കാണ് നമുക്ക് ചെല്ലാനുള്ളത്. അവിടെ കൃത്യമായി നന്മയെന്ത് തിന്മയെന്ത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആ ഖുർആനിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു നന്മയും തിന്മയും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ ഖണ്ഡിതമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ നന്മയിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക്, എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും അതിലേക്കാണ് വരേണ്ടത് എന്നതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിയറയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു കാര്യത്തെയാണ് ഈ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. ആയത്തൊന്നുകൂടി വന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
والتي أحصنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون وتقطعوا أمرهم بينهم كل إلينا راجعون فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.